ഇത് തന്നെയാണ് രൂപമെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ഒരു സങ്കല്പത്തിൽ നിന്ന് വരച്ചു വന്നേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ യുക്തിക്കും മറ്റും ബോധ്യമായ മാത്രം ഇതിനെ ആശ്രയിച്ചാൽ മതി. ഇയാളിപ്പോ എവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയോ? അത്രയ്ക്ക് ജ്ഞാനം പോരാ എനിക്ക്. ഒരു ഡൗട്ട് കൂടി ചോദിക്കാണ്ടായിരുന്നു. എന്താ? സാറിന് എങ്ങനെ ഈ രൂപം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? മനുഷ്യന്റെ ഉള്ളിലുള്ള സബ് കോൺഷ്യസിലും അതിലും ഡീപ്പറായ അൺകോൺഷ്യസിലും എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടെന്നാണ് വൈപ്പ്. നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും കഴിവുള്ളവർക്ക് അതിൽ നിന്ന് ആ ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രം. അതിനെയാണ് ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത്. വരയ്ക്കാനുള്ള വാസന ബേസിക്കായി ഉള്ളത് കൊണ്ട് മനസ്സിൽ പതിഞ്ഞ രൂപം പകർത്തിയെന്ന് മാത്രം. എക്സ്ക്യൂസ് മീ സർ. യെസ്. സാറിന്റെ അച്ഛൻ വരച്ചതാ. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? കില്ലർ ഒരു സ്ത്രീയാണെന്നറിഞ്ഞപ്പോഴും ഈ ഫോട്ടോഗ്രാഫ്സ് കണ്ടപ്പോഴും എന്തൊക്കെയോ വിട്ടുമാറാത്ത സംശയങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ പ്രൊഫഷണൽ കില്ലറാകുക, വാൺ ചെയ്തതിനു ശേഷം കുറ്റകൃത്യം നടത്തുക, അങ്ങനെ പലതും. എന്റെ സംശയങ്ങൾ എന്നെ നേർവഴിക്ക് നയിച്ചാൽ ഞാനൊരു സർപ്രൈസ് പ്രോമിസ് ചെയ്തിരുന്നു. ദിസ് ഈസ് ദ സർപ്രൈസ്. സുപ്പീരിയേഴ്സിന്റെ മുമ്പിൽ വെച്ച് തേജോവധം ചെയ്യാനോ തരം താഴ്ത്താനോ അല്ല മാഡത്തിനെ ഒന്ന് വിളിപ്പിച്ചതെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ? കിട്ടിയ തെളിവുടെ അപ്പാടെ സ്വീകരിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അനലൈസ് ചെയ്യണം. സ്വീകാര്യമല്ലെങ്കിൽ തള്ളിക്കളയണം. അതാണ് ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് ഓഫീസർ ചെയ്യേണ്ടത്. സോറി സർ, ഇത്രയ്ക്കൊന്നും എന്റെ ചിന്തയിൽ പോയില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും വഷളായതെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സംഭവം നടന്നിട്ട് 5-8 മാസം കഴിഞ്ഞു. ഇനി ഇവനെ എവിടുന്ന് കണ്ടുപിടിക്കാനാണ് സാർ? കണ്ടുപിടിക്കണം മിസ്റ്റർ പൊതുവാൾ. ഇല്ലെങ്കിൽ ഈ കേസിന് അന്വേഷണവുമില്ല, അവസാനവുമില്ല. ഹലോ, പ്രസ് ക്ലബ് അല്ലേ? ഞാൻ ഡിവൈഎസ്പി പൊതുവാൾ. ഗുഡ് മോർണിംഗ്. എനിക്ക് കേരളരമ പത്രത്തിന്റെ റിപ്പോർട്ടർ ബാബുവിനെ ഒന്ന് വേണമല്ലോ. ഇത് ഞാനെന്താ സർ ചെയ്യേണ്ടത്? ഈ പരസ്യം എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളുടെയും എല്ലാ എഡിഷനിലും വരണം. അതിന് ഏതെങ്കിലും അഡ്വർടൈസിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ നേരിട്ട് പത്രത്തിൽ തന്നെ കൊടുത്താൽ മതി. ഇതൊരു സാധാരണ ചരമ പരസ്യമല്ല. ഇത് പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം. ഇതിന് ബാബുവിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. പത്രാധിപർക്ക് താങ്കളുടെ കേരളരമ പത്രത്തിൽ 18/12/97 വന്ന പരസ്യം ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. ഉദ്ദേശം 2-3 മാസം മുമ്പ് പച്ചയായി ഞാൻ കണ്ടൊരു ചെറുപ്പക്കാരനെ പരേതനാക്കി തീർക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അതും 3 വർഷത്തെ പിൽക്കാല പ്രാബല്യത്തോടെ. സർക്കുലേഷനും എഡീഷനും കൂടും തോറും പത്രത്തിന്റെ ശ്രദ്ധയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ നിങ്ങൾ പിന്നോക്കമാണെന്ന് പറയാതെ വയ്യ എന്ന് രാമചന്ദ്രൻ നായർ. വീട് തന്നെ സാർ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ കേരളരമ പത്രത്തിൽ ഇദ്ദേഹമാണ് അതിന്റെ എഡിറ്റർമാരൊരാൾ. നമസ്കാരം. രാമചന്ദ്രൻ? അതെ, ഞാൻ തന്നെ. കേരളരമയിൽ വന്ന പരസ്യത്തിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് താങ്കളയച്ച കത്ത് കിട്ടി. അങ്ങനെ ഒരു തെറ്റ് പറ്റിയതിൽ ഖേദിക്കുന്നു. ഇങ്ങനെ അബദ്ധം പറ്റൂ? ഇതെന്താ തമാശ? കുറച്ചുനാൾ മുമ്പ് അവൻ ഇവിടെ വന്നിരുന്നു, എന്റെ മകന്റെ കൂടെ. 2 ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തു. അതല്ലേ എനിക്ക് ഇത്ര ഉറപ്പ്. അങ്ങനെ ഒരു അബദ്ധം എങ്ങനെ പറ്റിയെന്ന് അറിയാൻ എൻക്വയറി ആരംഭിച്ചു കഴിഞ്ഞു. അതിന് ഉത്തരവാദികൾ ആരായാലും ശരി, അവരെ വെറുതെ വിടില്ല. ഇനി മകന്റെ കൂട്ടുകാരനെ കണ്ട് നേരിട്ട് മാപ്പ് ചോദിച്ചാലേ ഞങ്ങൾക്ക് സമാധാനാവൂ.
ഈ കൂട്ടുകാരനെ എവിടെ അന്വേഷിച്ചാൽ കാണാൻ കഴിയും? അയാളുടെ പേര് ബോസ് എന്നാ. വിലാസമൊന്നും എനിക്കറിയില്ല. സാബുവിന്റെ അഡ്രസ് വേണമെങ്കിൽ തരാം. സാബു എന്റെ മകനാ. ആനപ്പാറ സ്റ്റേഷനിൽ നിന്ന് റൈറ്റ് എഴുതുന്ന കത്ത്. മയക്കുമരുന്ന് കഴിച്ച് അബോധാവസ്ഥയിലായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അയാളുടെ ബാഗിൽ നിന്നുമാണ് ഈ അഡ്രസ്സ് കിട്ടിയത്. ചെറുപ്പക്കാരൻ്റെ പേര് സാബു എന്നാണ് അഡ്രസ്സിൽ കാണുന്നത്. സാബുവിൻ്റെ ഒറ്റവരോ ഉടവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. സർ, ഞാൻ ആനപ്പാറ എസ് ഐ ബാലകൃഷ്ണൻ. മെസ്സേജ് കിട്ടിയില്ലേ? കിട്ടി സർ. ആളെവിടെ ഉണ്ട്? താഴെ സെല്ലുണ്ട് സർ. എന്താ സംഭവിച്ചത്? കുറച്ചുനാൾ മുമ്പ് ഇവിടെ ടി വിയിൽ ബോധമില്ലാതെ ബഹളം കൂട്ടിയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് വാച്ചർ റിപ്പോർട്ട് ചെയ്തു. ഡ്രഗ്സോ മറ്റോ ആയിരിക്കണം. ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തു. ആളിന്ന് വളരെ വയലന്റ് ആണ് സർ. അക്യൂട്ട് സെല്ലിലേക്ക് മാറ്റേണ്ടി വരും. സാർ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇവരെ കണ്ടുപിടിച്ചിട്ട് ഒരു വാക്ക് പോലും ചോദിക്കാതെ പോയാൽ? ഈ കണ്ടീഷൻ അവനോട് എന്ത് ചോദിക്കാനാ? രമേ, സർ, പിന്നെ ഞാൻ സാബുവിനെ കാണാൻ വന്നതാ. അഭിനയം നന്നായിരുന്നു കേട്ടോ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ രാവിലെ അവരുടെ കൂടെ ബോസ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. ബോസ് ഇപ്പൊ എവിടെയുണ്ട്? അടുത്തൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാം. എന്നെ എങ്ങനെ രക്ഷിക്കും? പുറത്ത് പോലീസുണ്ട്. ആ, ഇതിലും വലിയ പത്ത് ഞാൻ ഭേദമാക്കിയിട്ടുണ്ട്. പിന്നെയല്ലേ നീ? പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൻ, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥി. ഇതൊക്കെ ആയിട്ടും നീ ഇന്ന് ജീവിതമാകെ തുലച്ചു നിൽക്കുകയാണ്. സ്ഫോടനത്തിൽ നിന്റെ ഇൻവോൾവ്മെന്റ് വ്യക്തമായി തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നീ പ്രതീക്ഷിക്കണ്ട. ക്യാമറയിലേക്കുള്ള റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കിയെന്നല്ലാതെ That's more than enough for the capital punishment.
നിയമത്തിന്റെ ഒരു ആനുകൂല്യം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ബട്ട് ഐ കൻ ഹെൽപ്പ് യു പ്രൊവൈഡ് യു ഷുഡ് കോപ്പറേറ്റ് വിത്ത് മീ. എനിക്ക് രണ്ട് കാര്യങ്ങളെ അറിയേണ്ടതുള്ളൂ. ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ബോസ് അല്ലാതെ മറ്റൊരു കോണ്ടാക്റ്റും എനിക്കില്ല സർ. ആരാണ് ഈ ബോസ്? അവന്റെ യഥാർത്ഥ പേരെന്താണ്? ബോസ് എന്നല്ലാതെ മറ്റൊരു പേര് അയാൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല സർ. ആ, അവനിപ്പോ എവിടെയുണ്ട്? കമാ ഹെൽപ്പ്.